ലിസൺ, all of you listen here. ഈ ചാപ്റ്ററിലെ വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അവിടെ മാർക്ക് ചെയ്തോളൂ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നേരെ പഠിക്കണം, കാരണം എക്സാമിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതില് BPQ എത്രയാണെന്ന് ചോദിച്ചാലേ ഇവിടെ 70 ഉണ്ട്. ഇത് ലീനിയർ പെയേഴ്സ് ആണ്, അതുകൊണ്ട് ഇവിടെ എത്ര വരും? BPQ എത്ര വരും? 110 വരും. 110. എങ്ങനെ 110 ആയതെന്ന് മനസ്സിലായോ? ടോട്ടൽ ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം? 180 കിട്ടണം. അതുകൊണ്ടാണ് അതവിടെ 110 വന്നത്. കണ്ടോ, ഇവിടെ 70 ഉണ്ട്, ഇവിടെ 70 ഉണ്ട്. ഇപ്പുറത്ത് 110 വന്നു കഴിഞ്ഞാൽ അത് ടോട്ടൽ 180 ആവുള്ളൂ. 110 വന്നാൽ നിങ്ങൾ അവിടെ ഒരിക്കലും 110 എന്ന് എഴുതാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. എക്സാമിന് അവിടെ 110 എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് 55 എന്നാണ്. ഇത് മറക്കരുത്. എക്സാമിന് അവിടെ 110 ആണ് എഴുതണം എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ അതിനെ 2 സ്പ്ലിറ്റ് ചെയ്ത് 55 എന്ന് എഴുതണം. മനസ്സിലായോ? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഐ റിപ്പീറ്റ്. ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഇങ്ങോട്ട് മാത്രം നോക്കിക്കോളൂ. ഇവിടെ 70 ഉണ്ട്, ഇവിടെ 70 ഇല്ലേ? ഇത് ടോട്ടല് 110 ആണ്. ഡൗട്ട് ഇല്ലല്ലോ? ഇത് ടോട്ടൽ 110 ആണ്. ഡൗട്ട് ഇല്ലല്ലോ? 110 വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ എഴുതണ്ടത്? സ്പ്ലിറ്റ് ചെയ്ത് 55 എന്ന് എഴുതണം. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്. സോ അടുത്തത് നമ്മള് ഇവിടെ 50 ഉണ്ട്, ഇവിടെ 70 ഉണ്ട്. ഇവിടെ എത്ര വരിക? 60. ഇനി നിങ്ങളാണ് പറയേണ്ടത്. ഇത് ടോട്ടല് 120 ആണ്. ഇവിടെ രണ്ടോടത്ത് എന്ത് എഴുതണം? ഇവിടെ ടോട്ടൽ 120 ആണ്, ഇവിടെ 60 ഉണ്ട്. അപ്പൊ 180 ആണെങ്കിൽ രണ്ടോടത്തും കൂടി 120 വരണം. ഇവിടെ രണ്ട് സ്ഥലത്തും എന്ത് എഴുതും? 60 എന്ന് എഴുതണം. അവിടെ ആക്രാന്തം കാണിച്ച് 120 എന്ന് എഴുതി വെക്കരുത്. എന്തെഴുതി വെക്കണം? 60 എന്ന് എഴുതണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ OPQ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് OPQ? വാട്ട് ഈസ് OPQ? എവിടെ OPQ? OPQ നമുക്കറിയാം എത്രയാണ്? 55. OPQ 55. OQP, വാട്ട് ഈസ് OQP? 60. ഇനി ഇത് സൈക്ലിക് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ? നേരെ നോക്കിക്കോളൂ. ഇങ്ങനെ പോയി, 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 ഇങ്ങനെ പോയുള്ള ഈ കോഡിലേറ്ററൽ സൈക്ലിക് ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, ഇവിടെയും ആംഗിൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം? സൈക്ലിക് ആണെങ്കിൽ എത്ര ഡിഗ്രി കിട്ടാൻ? ഈ രണ്ട് ആംഗിളും ഈ 4 ആംഗിളും കൂടി, അതായത് ഇതാണ് ഓപ്പോസിറ്റ്. കാരണം ഈ ഓപ്പോസിറ്റ് ഇവിടെ തന്നിട്ടില്ല, ആ ഓപ്പോസിറ്റ് തന്നിട്ടില്ല. ഈ ഓപ്പോസിറ്റുകൾ ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം? എത്ര ഡിഗ്രി കിട്ടണം? 180 കിട്ടുകയാണെങ്കിൽ അത് സൈക്ലിക് ആണ്. 180 കിട്ടുന്നില്ലെങ്കിൽ അതെന്തല്ല? സൈക്ലിക് അല്ല. സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റുകൾ ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം? 180. സോ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. പിയും ക്യൂവും ആണ് ആഡ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് പി? 70ഉം 55 എത്രയാണ്? 70ഉം 55 എത്രയാണ്? വേം പറഞ്ഞ എത്ര? 125 അല്ലെ? അല്ലെ? 125. താഴത്തെ ആംഗിൾ എത്ര വരിക? 120. നേരെ ആഡ് ചെയ്തിട്ട് 180 കിട്ടുന്നുണ്ടോ നോക്ക്. എത്ര കിട്ടുക? 245. ഇത് സൈക്ലിക് അല്ലേ? അല്ലേ? 245 കിട്ടിയാൽ ഞാൻ എഴുതി തന്നിട്ടുണ്ടല്ലോ. ഓപ്പോസിറ്റുകൾ ആഡ് ചെയ്താൽ 245 കിട്ടിയാൽ അത് സൈക്ലിക് ആണെന്നാണ് എഴുതി തന്നിട്ടുള്ളത്. അല്ല, എന്ത് കിട്ടിയാലും സൈക്ലിക് ആവുക? 180 കിട്ടിയാലാണ് സൈക്ലിക് ആവുക. സോ അവിടെ തള്ളി അവിടെ മറിച്ച് വെക്കുക. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് നോട്ട് 180, therefore this is not a cyclic. എഴുതി വെക്ക്. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് നോട്ട് 180, therefore this is not cyclic. ഓപ്പോസിറ്റ് ആംഗിൾസുകൾ ആഡ് ചെയ്തപ്പോൾ 180 കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് സൈക്ലിക് ആവാതിരുന്നത്. എന്തുകൊണ്ടാണ് സൈക്ലിക് ആവാതിരുന്നത്?
ഓപ്പോസിറ്റ് ആംഗിൾസുകൾ ആഡ് ചെയ്ത് 180 കിട്ടുകയാണെങ്കിൽ മാത്രമേ അതെന്താവൂ സൈ